ഇനി കേരളീയ വഹാബികളും മൗദൂദികളും ആ ഖുർആനിന് കാണുന്ന ബഹുമാനം നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ നേരത്തെ പറഞ്ഞു, അറബി നന്നായി അറിയുന്ന 6-ാം നൂറ്റാണ്ടിലെ ജനതയിലേക്ക് അഖുർആൻ അല്ലാഹു തആല അവതരിപ്പിക്കുമ്പോ അവർക്ക് വായിക്കാൻ യഥേഷ്ടമായി ഒരു ഗ്രന്ഥമാക്കി ആ ഖുർആനിനെ അല്ലാഹു കൊടുത്തിട്ടില്ല. റസൂലുള്ളാന്റെ നാവ് കൊണ്ട് വ്യാഖ്യാനിക്കണം. അങ്ങനെയുള്ള ഖുർആനിനെ കേരളത്തിലെ മുജാഹിദുകൾ പരിഭാഷപ്പെടുത്താൻ ഏൽപ്പിക്കുന്നത് ആരെ അറിയങ്ങള്? എം.എൻ. കാരശ്ശേരിനെ. ആരാണ് എം.എൻ. കാരശ്ശേരി? അല്ല സ്വർഗം തന്നാലും എനിക്ക് വേണ്ട എന്ന് പറയുന്ന ചിത്താന്തക്കാരൻ. ആ എം.എൻ. കാരശ്ശേരിയുടെ കയ്യിലേക്കാണ് അല്ലാഹു തആല അതിന്റെ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ മുജാഹിദും ജമാഅത്തും ഏൽപ്പിക്കുന്നത്. സത്യം പറഞ്ഞ കാരശ്ശേരി വരെ നെട്ടിപ്പോയി. മുജാഹിദിനോടും ജമാഅത്തിനോടും കാരശ്ശേരി പറയാണ്, എനിക്ക് അറബി അറിയില്ല, ഖുർആനും അറിയില്ല, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പരിഭാഷപ്പെടുത്തുക? അറ്റാക്ക് ഉണ്ടായില്ല എന്നുള്ളൂ. അജാതി ബേജാറാണ് എം.എൻ. കാരശ്ശേരിക്ക് ഉണ്ടായത്. പിന്നെ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ചാല്, മുജാഹിദിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു നിലമ്പൂരിലെ ഡോക്ടർ എം ഉസ്മാൻ. അത് ഞാനുമായിട്ട് വളരെ ലോഹ്യമായിരുന്നു. അതേ ഒരിക്കൽ എന്നോട് പറഞ്ഞു, കാരശ്ശേരി ഒരു ഖുർആൻ പരിഭാഷ എഴുതണം. ഞാൻ പറഞ്ഞു, എനിക്ക് അറബി അറിയില്ല, ഞാൻ മതവും പഠിച്ചിട്ടില്ല, എന്താണ് ഡോക്ടർ ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ ഡോക്ടർ എന്നാണ് വിളിച്ചിരുന്നത്. എങ്ങനെ അറബി അറിയില്ല, മതവും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പരിഭാഷപ്പെടുത്താന്ന് എം.എൻ. കാരശ്ശേരി തിരിച്ചു പറയുമ്പോഴെങ്കിലും ആ സാധുവിനെ വെറുതെ വിടണ്ടേ? പക്ഷേ വഹാബികൾ വിടുന്നില്ല. ഷെയ്ഖ് വിട്ടാലും മുരീദ് വിടൂല എന്നുള്ള വാശിയില് മൗലവി പറയണം, അതൊന്നും നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾക്ക് അറിയണ മാതിരി നിങ്ങളാണ്ട് എഴുതിയാ മതി. അവ എന്നോട് പറഞ്ഞു, അതൊക്കെ അത്ര മതി, നിങ്ങള് അത് മനുഷ്യന് വായിക്കാവുന്ന നല്ല മലയാളത്തിൽ എഴുതിയാ മതി, അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഖുർആനിന്റെ പേരിൽ എം.എൻ. കാരശ്ശേരി മലയാളത്തിലൊരു കഥ എഴുതിയാൽ അത് റബ്ബിന്റെ കലാമാകുമോ? ഇങ്ങനെയാണ് ഖുർആനിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ വഞ്ചിക്കുന്നത്. നോക്കാന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനും പ്രഭാഷകനുമാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് 2-3 വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാരശ്ശേരി ഞാനും നിങ്ങളും കൂടി ഇരുന്നാല് നമുക്ക് നല്ലൊരു ഖുർആൻ പരിഭാഷ മലയാളത്തിൽ ഉണ്ടാക്കാം. അള്ളാന്റെ ഖുർആൻ കൊളാക്കാൻ ഇത്ര കുഹുവത്ത ജോഡി മറ്റൊന്നില്ല. ഇബ്ലീസിന്റെ പോലും സഹായം അതിൽ ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അറബി അറിയാത്തതിന് എനിക്ക് അറബി അറിയാം, നിങ്ങൾക്ക് മലയാളം അറിയാത്തതിന് എനിക്ക് മലയാളം അറിയാത്തതിന് നിങ്ങൾക്ക് മലയാളം അറിയാം. പക്ഷെ രണ്ടാക്കും അതറിയില്ല. എം.എൻ. കാരശ്ശേരിക്ക് അറബി അറിയാം, എം.എൻ. കാരശ്ശേരിക്ക് മലയാളം അറിയാം, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന് അറബി അറിയാം, പക്ഷെ മതമറിയണ്ടേ? അറബി നന്നായി അറിയാം. അറേബ്യൻ സാഹിത്യത്തിൽ ആടിത്തിമിർത്ത 6-ാം നൂറ്റാണ്ടുകാർക്ക് അനായാസം വായിക്കാൻ വിട്ടുകൊടുക്കാതെ ഹബീബായ തങ്ങളുടെ നുബുവത്തിന്റെ നാവുകൊണ്ട് നോക്കുകൊണ്ട് ജീവിതം കൊണ്ട് ഹബീബായ തങ്ങളിൽ വിശദീകരിക്കാൻ ഏൽപ്പിച്ച ഖുർആൻ, ആ ഖുർആൻ ആരെ കയ്യിലാ? കൊരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുക്കാണ്. ഞാൻ പറഞ്ഞു, ഷെയ്ഖ് അദ്ദേഹം എന്റെ സുഹൃത്താണ് കേട്ടോ. ഈ പരിഭാഷ എന്ന് പറയുന്നത് വെറും ഭാഷ അറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. കറക്റ്റ്. ഭാഷ അറിഞ്ഞാൽ പരിഭാഷ പറ്റൂല. പരിഭാഷ കഴിഞ്ഞാൽ പോലും ഖുർആൻ പരിഭാഷപ്പെടുത്താൻ കഴിയില്ല. അത് അല്ലാഹുവിന്റെ കലാമാണ്. അതിന്റെ വ്യാഖ്യാനങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. നമ്മൾ തമ്മിൽ നിലപാട് കൊണ്ട് യോജിക്കൂല. അതായത് 921 ഞാൻ ചുരുക്കി പറയാണ്, വഹാബികൾ വന്നിട്ട് പറഞ്ഞു, നാളിതുവരെയുള്ള നാട്ടുകാർ മുഴുവൻ കുഫറിലാണ്. എന്താ കാരണം? അവർ മക്ബറയിൽ പോണുണ്ട്, മൗലൂദ് ഓതുന്നുണ്ട്. 940 ജമാഅത്തെ ഇസ്ലാമി വന്നിട്ട് പറഞ്ഞു, സുന്നികൾ ഏതായാലും പുറത്തന്നെ, മുജാഹിദും അകത്തല്ല പുറത്താണ്. എന്താ കാരണം? സുന്നികൾ ജാറത്ത് പോയത് കൊണ്ടാണ് പുറത്തു പോയതെങ്കിൽ മുജാഹിദുകൾ പോലീസ് സ്റ്റേഷനിൽ പോയത് കൊണ്ടാണ് പുറത്തു പോയത്. കാരണം ഇസ്ലാമിക ഭരണമില്ലാത്ത പോലീസ് സ്റ്റേഷനിൽ മുസ്ലിം പോയാൽ സുന്നിയാള് ജാറത്ത് പോകുന്നത് പോലെയാണ്. സുന്നികൾ ബാഗ്ദാദിലെ ജീലാനി തങ്ങളെയാണ് ദൈവാക്കിയതെങ്കിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SI സാറിനെയാണ് മുജാഹിദ് ദൈവാക്കിയത്. ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഞാനും നിങ്ങളും തമ്മിലുണ്ട്. അതുകൊണ്ട് പരിഭാഷ എഴുതാൻ വേണ്ടി ഇരുന്ന് ഇയ്യാക നഅ്ബുദുവിന്റെ അവിടേക്ക് എത്തുമ്പോഴത്തേന് നമ്മൾ തല്ലി പിരിയേണ്ടി വരും എന്നാണ് കാരശ്ശേരി പറയുന്നത്. എങ്ങനെയാ നമ്മൾ ഒന്നിച്ചൊരു പുസ്തകം പരിഭാഷപ്പെടുത്തുക? ഇപ്പൊ ഖുർആനെ പറ്റി ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ ഉദാഹരണം പറഞ്ഞു. ഇപ്പോ ഫാത്തിഹയില് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ള ഒരു പ്രയോഗം ഇയ്യാക നഅ്ബുദു
എന്നുള്ള പ്രയോഗം ആരാധനയിൽ എന്തൊക്കെ വരും എന്നുള്ളതിനെ പറ്റിയാണ് ഒരു തർക്കം. ഇപ്പം ഉമർ മൗലവിയും ജമാഅത്ത് എന്നുള്ള പ്രധാനപ്പെട്ട തർക്കതാണ്. അത് ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള കീഴൊതുങ്ങലും. അതായത് ജാറത്ത് പോണത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ പോണതും പ്രശ്നമാണ്. ജാറത്തിൽ പോകുന്നത് മാത്രമല്ല, പള്ളിക്കൂടത്തിൽ പോകുന്നതും പ്രശ്നമാണ്. സുഹൃത്തുക്കളെ, ഞാൻ അതിലേക്ക് വിശദീകരിച്ചു പോകല്ല. ഇവർ നമ്മളോട് പറയുന്ന ഖുർആനിന്റെ കഥ ഇങ്ങനെയാണ്. വിവരമുള്ള ഇമാമിയങ്ങൾ പഠിപ്പിച്ച ഖുർആനിൽ നിന്ന് വിവരദോഷികളായ ആളുകൾ പറയുന്ന വ്യാജങ്ങളിലേക്ക് മുസ്ലിമീങ്ങളെ കൊണ്ടുപോകലാണ്. അതുകൊണ്ടാണ് ഈ നാട്ടിലെ മുസ്ലിം ഉലമാക്കൾ പറഞ്ഞത് വഹാബികളുടെ ഖുർആൻ അത് വ്യാജമാണ്, അവരുടെ പരിഭാഷകൾ തോട്ടിലെറിയേണ്ടതാണ്, ഇസ്ലാമുമായി അതിന് ബന്ധമില്ല. അവസാനം എന്തായി? CN അഹമ്മദ് മൗലവിയുടെ ഖുർആൻ പരിഭാഷ മുസ്ലിമിന്റെ കൈകൊണ്ട് ഇലകൂട്ടി തൊടാതെ പറ്റൂല എന്ന് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കണോ? അമ്മാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ ബുഖാരി മുസ്ലിം പോലെ വഹാബികൾക്ക് സ്വീകാര്യമായിരുന്നു. പക്ഷെ ആള് മരിച്ചുപോയി. കുറച്ചു കാലം കഴിഞ്ഞ് മുജാഹിദുകൾ പല ഗ്രൂപ്പുകളായി തല്ലി 10-18 തൗഹീദായി. അപ്പൊ അമ്മാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷന്റെ ഒരു പേജിലെ തൗഹീദ് ഒരു ഗ്രൂപ്പിന് അനുകൂലമാണ്, തൊട്ടടുത്ത പേജിലെ തൗഹീദ് മറ്റൊരു ഗ്രൂപ്പിന് അനുകൂലമാണ്. ഇങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് സമ്മിശ്രമായി കളിയാടിയ അമ്മാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ കൊണ്ട് മുജാഹിദ് തോറ്റുപോയി. അങ്ങനെയാണ് ഈ അടുത്ത ദിവസം ഒരു പരസ്യം, അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ നമ്മൾ പുനഃപ്രസിദ്ധീകരിക്കുകയാണ്. പുനഃപ്രസിദ്ധീകരിക്കുന്നത് കൊള്ളാം, പക്ഷെ ഈ മരിച്ചുപോയ മനുഷ്യനെ എഴുതിയതൊക്കെ അവിടുന്ന് മാറ്റിയിട്ട് ഇവലെ വകയിൽ ചേർക്കാൻ പാടുണ്ടോ? അങ്ങനെ പരസ്യം നിങ്ങൾക്ക് ആർക്കൊക്കെ എന്തൊക്കെ ആ പരിഭാഷയിൽ എഴുതി ചേർക്കേണ്ടതായി അഭിപ്രായമുണ്ടോ എന്നാൽ അതൊക്കെ എഴുതി തരണം, അടുത്ത പരിഭാഷയിൽ ഉണ്ടാകുന്നതാണ്. മാള് മരിച്ചുപോയില്ലേ, എബൽക്ക് എന്തു എഴുതി ചേർക്കാലോ? ഇങ്ങനെ പരിഭാഷകളെ കൊണ്ട് അവസാനം വഹാബികൾ തന്നെ ബുദ്ധിമുട്ടിയപ്പോ എന്തായിരുന്നോ പണ്ട് നമ്മളെ ഉലമാക്കൾ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പൊ ഈ അടുത്ത ദിവസം ഹുസൈൻ സലഫി പറഞ്ഞത്. പരിഭാഷ നോക്കിയിട്ടല്ല ഖുർആൻ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഖുർആനിനെയും ഹദീസിനെയും ഒരു ഭാഗത്ത് അങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒരു ഡിക്ഷണറി വെച്ചിട്ടാണോ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഖുർആനിന്റെ ആയത്ത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹദീസുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതേതെങ്കിലും ഒരു പരിഭാഷ നോക്കിയിട്ട് പഠിക്കേണ്ടതല്ല. കറക്റ്റ്. ഇതാണ് അസം മുസ്ലിയാർ പറഞ്ഞത്, ഇതാണ് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞത്. ഈ പറഞ്ഞതിനെയാണ് ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ ഖുർആനിൽ നിന്ന് മുസ്ലിയാക്കന്മാരെ അകറ്റി എന്ന് പ്രചരിപ്പിച്ചത്. ഇതിന്റെ പേരിലാണ് നമുക്ക് ഖുർആൻ അറിയൂല എന്ന് വഹാബികൾ പ്രചരിപ്പിച്ചത്. മുസ്ലിമീങ്ങളെ, നമ്മൾ ഖുർആൻ അറിയുന്നവരാണ്, നമ്മൾ ഖുർആൻ വായിച്ചവരാണ്, നമ്മൾ ഖുർആൻ മനസ്സിലാക്കിയവരാണ്. എവിടെന്നാണ് നമ്മൾ ഖുർആൻ വായിച്ചത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇതിനെപ്പറ്റി മൗലവി ഇവിടുന്ന് പറയണേ, ചില ആളുകൾ ഖുർആനിനെ വെറും മന്ത്രിച്ചൂതാള്ളതാക്കി, ചില ആളുകൾ ഖുർആനിനെ വെറും ഊതിക്കട്ടുള്ളതാക്കി, ആ ഖുർആനിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുത്തില്ല. കേവല പാരായണത്തിന് മാത്രമുള്ള ഗ്രന്ഥമാക്കി ഈ ഖുർആനിനെ ചില ആളുകൾ അതിനെ മാറ്റിവരുത്തിയപ്പോൾ ഇല്ല, ഖുർആൻ പാരായണം ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. ഒരു ദിവസം 5 പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ അപകടമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ എഴുതിക്കെട്ടാനും കലക്കി കുടിക്കാനും മരിച്ചെടുത്ത് ഓതാനും മാത്രമുള്ള എന്തോ ചില സവിശേഷതയുള്ള വചനങ്ങൾ മാത്രമാക്കി ഖുർആൻ സവിശേഷതയുള്ളതാക്കിയിട്ടുണ്ട് നമ്മളെ, മന്ത്രിച്ചൂതി കെട്ടാനുള്ളതാക്കിയിട്ടുണ്ട് നമ്മളെ, ഊതി കുടിക്കാനുള്ളതാക്കിയിട്ടുണ്ട് നമ്മളെ. കാരണം അത് സവിശേഷമായ ഗ്രന്ഥമാണ്. പക്ഷെ അതിന് മാത്രമുള്ളതാക്കിയിട്ടില്ല. അതിനാണെങ്കിൽ നമ്മളെ പള്ളി ദർസിൽ തഫ്സീർ ഉണ്ടാകുമോ? ഈ ആലിമീങ്ങൾ മുഴുവൻ കേരളത്തിൽ ലോകത്തെവിടെയും ഇല്ലാത്ത വിധം വളർന്നു പന്തലിച്ച് നിൽക്കുന്നത് ഈ ഉമ്മത്ത്, ഈ സമുദായത്തെ ഖുർആൻ പഠിപ്പിച്ചത് കൊണ്ടല്ലേ. പക്ഷെ കാരശ്ശേരിൻ്റെയൊക്കെയൊന്നും CN അഹമ്മദ് മൗലവിൻ്റെയൊക്കെയൊന്നുള്ള അഖുർആൻ ഈ ഉമ്മത്തിന് വേണ്ട എങ്കിൽ മറ്റു ചില ആളുകൾ ആ വിശുദ്ധ ഖുർആനിന് സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നൽകി പ്രവാചകാധ്യാപനങ്ങൾ തൽക്കാലം മാറ്റിവെച്ച് ഖുർആനിക വചനങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചുകെട്ടി കൊണ്ടുപോയിട്ട് അത് ശരിയാണ്. അതാണ് വഹാബികളും മൗദൂദികളും ഈ നാട്ടിൽ ചെയ്തത്. അന്ധവിശ്വാസങ്ങളെയും എല്ലാ അനാചാരങ്ങളെയും എല്ലാ തെറ്റായ പ്രവണതകളെയും വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ
തെളിവുള്ളതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഇനി അയാൾ പറയുന്നത് ഖുർആൻ പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, അർത്ഥമറിയാതെ പാരായണം ചെയ്താലും പ്രതിഫലമുണ്ട്. അതല്ലേ മഹാനായ ഹസൻ മുസ്ലിയാർ പണ്ടു പറഞ്ഞത്, ഫാത്തിഹയുടെ അർത്ഥമറിയലല്ല നിർബന്ധം, ഒരാൾ അർത്ഥമറിയാതെ ഫാത്തിഹ ഓതിയാലും പ്രതിഫലമുണ്ട്. ഈ ക്ലിപ്പിന്റെ തന്നെ ബാക്കിയിൽ അയാൾ പറയാണ്, അലിഫ് ലാം മീം എന്നോതിയാൽ അലിഫ് ഒരക്ഷരമാണ്, അക്ഷരത്തിന് പ്രത്യേക അർത്ഥം ഉണ്ടാവില്ല. അലിഫ് എന്നോതിയാലും പ്രതിഫലമുണ്ട്, ലാം എന്നോതിയാലും പ്രതിഫലമുണ്ട്, മീം എന്ന അക്ഷരത്തിനും പ്രതിഫലമുണ്ട്. ഇവിടെയാണ് ശരിയായ കാഴ്ചപ്പാടിനെ നാം തിരിച്ചറിയേണ്ടത്. വിശുദ്ധ ഖുർആൻ കേവല പാരായണം മാത്രമല്ല, പാരായണം പ്രധാനമാണ്, യാതൊരു കുറവുമില്ല പാരായണത്തിന്റെ മഹത്വത്തിന് എന്ന കാര്യം നാം വിസ്മരിക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞുവല്ലോ, ഒരക്ഷരം ഓതിയാൽ 10 പുണ്യമാണ് ഏറ്റവും ചുരുങ്ങിയത് ലഭിക്കുക. വിശുദ്ധ ഖുർആനിലെ ഒരക്ഷരം ഓതിയാൽ, അലിഫ് എന്ന ഒരക്ഷരം പാരായണം ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 10 പ്രതിഫലമുണ്ട് എന്നാണ്. അതേ ഖുർആനിന്റെ പദാനുപാത അർത്ഥം അറിഞ്ഞില്ലെങ്കിലും പാരായണം ചെയ്യുന്നവർക്ക് പ്രതിഫലമുണ്ട്. ഇതു പറഞ്ഞ പണ്ഡിതന്മാരെയാണ് ഇവർ ഖുറാഫികളാക്കിയത്. ഇതു പറഞ്ഞതിന്റെ പേരിലാണ് നമുക്ക് ഖുർആൻ അറിയൂലാന്ന് ഇവർ പറഞ്ഞത്. അതും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മുമ്പിലേക്ക് അവർ ഖുർആൻ എന്ന വ്യാജേന പ്രത്യക്ഷപ്പെട്ടത്. മുസ്ലിമീങ്ങളെ, ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ഖുർആൻ മനസ്സിലാക്കിയത് ശരിയായ മാർഗത്തിൽ നിന്നാ. അതുകൊണ്ട് നമ്മുടെ ഖുർആനിൽ നിന്ന് നമ്മൾ പഠിച്ച വിശ്വാസങ്ങളിൽ പിഴവുകളില്ല. നമുക്ക് തന്നെ 10 കൊല്ലം കഴിയുമ്പോൾ തിരുത്തി പറയേണ്ടത് വന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം അള്ളാഹുവിനെ കുറിച്ചല്ലയോ മുസ്ലിമീങ്ങളെ? ആ അള്ളാനെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഖുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനാണ്. ഇടങ്ങളെയോ സ്ഥലങ്ങളെയോ സമയങ്ങളെയോ അവയവങ്ങളെയോ ഇരിപ്പിടങ്ങളെയോ അല്ലാഹ് ആശ്രയിക്കുന്നില്ല. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സർവാർത്ഥത്തിലും ജനങ്ങളിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന്, ചരാചരങ്ങളിൽ നിന്ന് യജമാനനായ അല്ലാഹു വ്യത്യസ്തനാണ്. ഇതല്ലേ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന അല്ലാഹു? ഇതല്ലേ നമ്മുടെ പൂർവ്വപിതാക്കൾ വിശ്വസിച്ച അല്ലാഹു? ഈ വിശ്വാസമല്ലേ അടുത്ത തലമുറയിലേക്ക് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്? എന്തുകൊണ്ട് ഇത് അല്ലാഹുവിന്റെ ഖുർആനിലെ ആശയമാണ്, സിറാത്തുൽ മുസ്തഖീമിലൂടെ പകർന്നു കിട്ടിയ ആശയങ്ങളാണ്. എന്നാൽ ഈ സ്വന്തമായി ഖുർആൻ ഓതാൻ വന്ന ആളുകളുണ്ടല്ലോ, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അള്ളാനെ പറ്റി വല്ലതും മനസ്സിലായോ? എന്തോ ഒരു മോശമായിട്ട് ഞങ്ങൾ അള്ളാനെ മനസ്സിലാക്കിയത് എന്നൊക്കെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസത്തെ കുതിര കയറാൻ ഹുസൈൻ സലഫി ഇവിടെയുള്ള മുസ്ലിമീങ്ങളോട് ചോദിച്ചില്ലേ? ഞങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് കൃത്യമായിട്ടാണ്. എന്നാൽ വഹാബികൾ അള്ളാനെ മനസ്സിലാക്കിയ കോലം ഒരുപാടുണ്ട്. ചെറിയ രീതിയിൽ ഇവരുടെ വിശ്വാസത്തിന്റെ പൊള്ളത്തനമറിയാൻ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു പോകുകയാണ്. കേരളീയ വഹാബികളുടെ ആദ്യ നേതാവായ വക്കം മൗലവി, ആ വക്കം മൗലവിയുടെ ഒരു പുസ്തകം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ പുസ്തകത്തിൽ വക്കം മൗലവി പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിന് അർശും കുർശും കടലും കരയും ഭൂമിയും ആകാശവും ഒക്കെ ഒരുപോലെയാണ്. ഇതൊക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പും അള്ളാഹു ഉള്ളവനാണ്. ഇത് മുഖ്യധാര മുസ്ലിമീങ്ങളുടെ ശരിയായ വിശ്വാസമാണ്. എന്നാൽ മുസ്ലിമീങ്ങളെ, ഇത് വഹാബികളുടെ ആദ്യകാല നേതാവാണ്. ആ നേതാവിൽ നിന്ന് ഇന്നത്തെ വഹാബികളുടെ കയ്യിൽ ആ ദൈവവിശ്വാസം എത്തിയപ്പോൾ വക്കം മൗലവി പറഞ്ഞത് അല്ല ആകാശത്താന്ന് പറയരുതേ, അല്ല ഭൂമിയിലാന്ന് പറയരുത്, അതൊക്കെ ഉണ്ടാകും മുമ്പേ ഉള്ളവനാണ് അല്ലാന്നാണ്. എന്നാൽ ഇന്നത്തെ മൗലവി വന്നിട്ട് പറയാണ് അല്ല ആകാശത്തിരിക്കുകയാണ്. എന്താണ് അതിന്റെ തെളിവ്? അതുകൊണ്ടല്ലേ നമ്മൾ ദ്വാരക്കുമ്പോ മുകളിലേക്ക് കൈ ഉയർത്തുന്നത് എന്നാണ്. അല്ല ആകാശത്തിലായതുകൊണ്ട് എങ്ങനെ? അല്ലെ പിന്നെ എല്ലായിടത്തിലും വന്ന് ഇങ്ങനല്ലേ? ഇങ്ങനെ 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 ആർക്കും മനസ്സിലാവും? ആർക്കാ അത് മനസ്സിലാകുക? പള്ളിന്റെ മിഹ്റാബിന് മുകളിൽ ഒരു ദ്വാരുണ്ടാകും, ഓട്ട. മിഹ്റാബിന്ന് മൗലിയാര് ദ്വാരക്കുമ്പോ ഇജാബത്ത് ചാക്ക് കെട്ടി ഇറക്കാനാന്ന് മൗലവിമാര് പറയോന്നറിയില്ല.
അള്ള ആകാശത്തായതുകൊണ്ടാത്രേ കൈ ഉയർത്തുന്നത്. ഇത് വിശ്വസിക്കാനാണ് മുസ്ലിമീങ്ങളെ നമ്മളെ വഹാബികൾ ക്ഷണിക്കുന്നത്. ഈ വിശ്വാസം ഇവരുടെ തന്നെ നേതാവായ വക്കം മൗലവി വിശ്വസിച്ചിട്ടില്ല. ഇനി നിങ്ങൾ നോക്കേ, KNM എന്ന് പറയുന്ന പിളർപ്പിന്റെ മുമ്പുള്ള മുജാഹിദുകൾ പ്രസിദ്ധീകരിച്ച പരിഭാഷയാണ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ. അതിന്റെ കോപ്പിയാണ് നിങ്ങൾ കാണുന്നത്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു അർശിന്റെ അധികാരിയാണ് എന്ന് അർത്ഥം വരുന്ന ആയത്തിന് ചിലർ അർത്ഥം കൊടുക്കുന്നുണ്ട് അല്ലാഹ് അർശിന്മേൽ ഇരിക്കുകയാണ് എന്ന്. അങ്ങനെ അള്ളാഹു അർശിന്മേൽ ഇരിക്കുകയാണ് എന്ന് പറയുന്നത് വിശ്വാസത്തിനെതിരാണ്. അള്ളാഹ് അർശിൽ ഇരിക്കുകയാണ് എന്ന് പറയാൻ പാടില്ല എന്ന് KNM പ്രസിദ്ധീകരിച്ച അമാനി മൗലവി എന്ന മുജാഹിദ് നേതാവിന്റെ പരിഭാഷയിൽ എഴുതി വെക്കുകയാണ്. അതിന്നും വിപണിയിലുണ്ട്. അതേ KNM വേറൊരു മൗലവിയുടെ പുസ്തകം ഇറക്കുകയാണ്. ഫാത്തിഹയുടെ തീരത്ത് ഉമർ മൗലവിയുടെ ബുക്കാണ്. ആ ബുക്കിൽ അതേ ആയത്തിന് മൗലവി പറയുകയാണ് അല്ലാഹു അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു അർശിൽ ഇരുന്നു തന്നെ പറയണം. അല്ലാഹ് ഇരുന്നു എന്ന് പറയണം. അർശിൽ ഇരിക്കുകയാണ് എന്നൊരു മൗലവി, ഇരിക്കാന്ന് പറഞ്ഞാൽ കുഫറാണ് എന്ന് വേറൊരു മൗലവി. ഇത് രണ്ടും പ്രസിദ്ധീകരിച്ചത് KNM. രണ്ടും കക്ഷത്തിലിറക്കുന്നത് മൗലവിമാർ. സുഹൃത്തുക്കളെ, ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു പോവുകയാണ്. ഇനി ഒരു മുജാഹിദ് മൗലവി വന്നിട്ട് പറയണം അള്ളാഹ്ക്ക് ഭാഗമുണ്ട് എന്നൊന്നും പറയാൻ പാടില്ല, പക്ഷെ അള്ളാഹ്ക്ക് കൈ വലത്തുണ്ട്. അവന്റെ രണ്ട് കൈകളും വലതാണ്. പാകെന്ന് പറയാനോ അള്ളാഹ്ക്ക് രൂപം പറയാനോ ഒന്നും നമ്മളില്ല, പറയാൻ പറ്റൂല. എന്തോ ഒരു നിഷ്കളങ്കൻ നോക്കിങ്ങളെ. ഇനി അയാൾ പറയണതോ അള്ളാഹ്ക്ക് കൈ വലത്തുണ്ട് എന്നാണ്. പിന്നെ രണ്ടും വലതാണ്. ആ വലത് എന്ന് പറഞ്ഞ നാട്ടിൽ രാവിലെ പണി ജോലി കാത്തിക്കണ ബംഗാളികളോട് ചോദിച്ചു നോക്കിയും വലത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഓൻ പറഞ്ഞു തരും. അത് ഭാഗാണ്. സുഹൃത്തുക്കളെ, ഭാഗെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ അള്ളാഹ്ക്ക് വലത്ത് കൈയുണ്ട് എന്ന് പറയാൻ ഇതുമ തീർന്നോ? ഭാഗണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ മുജാഹിദുകൾ അവരുടെ ഇന്നത്തെയും മുഖപത്രമായ അൽമനാറിൽ വഹാബികൾ എഴുതുകയാണ്. സുഹൃത്തുക്കളെ, എന്താണ് എഴുതുന്നത്? അള്ളാഹുവിന്റെ ഇരുകൈകളും അഥവാ ഇരുഭാഗവും വലതുഭാഗമാണ്. അള്ളാഹ്ക്ക് ഭാഗണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന മൗലവിയാണ് അൽമനാറിൽ അള്ളാഹ്ക്ക് വലതുഭാഗണ്ട് എന്ന് എഴുതി വെച്ചതാ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതൊക്കെ പാടെ വഹാബികളുടെ മുമ്പിൽ കാലങ്ങളായി നമ്മുടെ ആലിമീങ്ങൾ സംസാരിച്ചപ്പോൾ മുജാഹിദുകൾ പച്ച കളവ് പറഞ്ഞ് രക്ഷപ്പെട്ടു. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, നന്നായി കള്ളം പറയുന്ന ആളുകൾ. ഒരു നൂറ്റാണ്ട് കൊണ്ട് ഒറ്റ ശ്വാസത്തിൽ ഒരു 50 വൈരുദ്ധ്യം അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നമുക്കിങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ പ്രസംഗിക്കാമെന്ന ഫൈസൽ മൗലവി പറയണേ, അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ ഒരു പിഴവും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. 2012 വരെ 952 മുതൽ ഒരു പ്രശ്നവും ഞങ്ങളെ വിശ്വാസത്തിനില്ല. ആശയപ്രബോധം സ്വീകരിച്ചു പോന്ന അൽമനാർ 950 മുതൽ 2012 വരെ. അതിനുശേഷം എന്തൊക്കെയാണ് ഞങ്ങൾ വല്ല വായിച്ചു നോക്കലില്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞത് 950 മുതൽ 2012 വരെ, 950 മുതൽ 2012 വരെ, 950 മുതൽ 2012 വരെ അൽമനാറിൽ ആശയവിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട മുഴുവനും ഉത്തരവാദിത്തം ഞങ്ങൾക്കുമുണ്ട്. അപ്പോ ഒരു പ്രശ്നം അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഇല്ല എന്നാണ് മൗലവി പറയുന്നത്. നമ്മുടെ ആലിമീങ്ങൾ വഹാബികളെ വെല്ലുവിളിച്ചു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ വെല്ലുവിളി, ആ വെല്ലുവിളിയിൽ മൗലവിമാര് ചാടിക്കേറി കൊത്തി. വഹാബികൾ ഇപ്പൊ ഉണ്ടായ അവസ്ഥ മനുഷ്യനിർമ്മിത വിശ്വാസത്തിനുണ്ടാകുന്ന പോരായ്മയാണ്. അള്ളാഹ്ക്ക് ശരീരമുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ, അവയവങ്ങളുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ. ഞാൻ പറയട്ടെ, സൂറത്തുൽ ഫാത്തിഹ മുതൽക്ക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ നിങ്ങളെ വീട്ടിലൊക്കെ മുസഹഫില്ലേ? ഞാൻ സർവ്വ മുജാഹിദിനെയും വെല്ലുവിളിക്കുന്നു. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിന് ശരീരമുണ്ടെന്നോ അവയവങ്ങൾ ഉണ്ടെന്നോ പറയുന്ന ഒരു ആയത്ത് കാണിച്ചു തരുമോ? പിന്നെ ഞങ്ങൾക്ക് ആദർശ സമ്മേളനം ഇല്ലട്ടോ. മംഗളത്തിൽ അസീസ് മൗലവി അദ്ദേഹം എഴുതിയത് എന്താ? അല്ലാഹു തആലക്ക് ശരീരമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 101-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതിയ ഒരു തീർത്തും ഇസ്ലാമിക വിരുദ്ധമായ ഒരു വിശ്വാസമുണ്ട്. പേരോട് മുസ്ലിയാരെ സർവ്വ മുജാഹിദുകൾക്കും വേണ്ടി
ഒരു വെല്ലുവിളി ഞങ്ങൾ നടത്തട്ടെ നിങ്ങളോട്. അത് എല്ലാ മുജാഹിദുകൾക്കും വേണ്ടിയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ മുജാഹിദ് പ്രസ്ഥാനം വിശ്വാസരംഗത്ത് മാറ്റം വരുത്തിയെന്ന്. മുജാഹിദ് പ്രസ്ഥാനം അല്ലാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട് വെച്ചു പുലർത്തുന്ന വിഷയത്തിന് ഒരു വാദപ്രതിവാദത്തിന് പേരോട് മുസ്ലിയാർ തയ്യാറുണ്ടോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുക. എല്ലാ മുജാഹിദിനും വേണ്ടി റെഡി ആവട്ടെ, പഠിപ്പിച്ചരാ എന്താ മുജാഹിദ് നിലപാട്. ഈ വിഷയത്തിലുള്ള ഏതും എടുക്കാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഔദ്യോഗികമായ ഏതും എടുക്കാം. മുജാഹിദ് പ്രസ്ഥാനം സംഘടനാപരമായി പ്രവർത്തനം ആരംഭിച്ച അന്ന് മുതൽ 2012 വരെ ഔദ്യോഗികമായ ഏതൊക്കെ എടുക്കാം. 2012 ശേഷമുള്ള അൽമനാർ അത് എടുക്കാൻ പറ്റൂല എന്ന് പറയണില്ല, ഞങ്ങൾ വായിച്ചു നോക്കലില്ല. 2004 അള്ളാഹുവിന് അവയവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ വഹാബികൾ വീണ്ടും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അള്ളാഹുവിന്റെ ഇരുകൈകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് 2 കൈയുണ്ട്. ആ 2 കൈയിനെ കുറിച്ച് വഹാബികൾ പറയുന്നത് ഇരു കൈകളും അഥവാ ഇരുഭാഗവും വലതുഭാഗമാണ് എന്നാണ്. വഹാബി സഖാഫി പേജ് എടുക്കാം. എന്നിട്ട് പറയുക ഇവര് പതിനേഴി 2 കൈയും വലതുഭാഗത്താകുന്നു. മൂപ്പരവക 2 കൈയും വലതുഭാഗത്താകുന്നു എന്ന് മുജാഹിദീങ്ങൾ എഴുതിയിട്ടില്ല. എന്തുകൊണ്ട്? ഭാഗം എന്നത് അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ല. ഫൈസൽ മൗലവി മറുപടി പറയണം. എന്താ? അൽമനാറിൽ നിങ്ങൾ അള്ളാഹുവിന് ഭാഗമുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. 2004 അൽമനാറിൽ വഹാബികൾ പറയാണ് അള്ളാഹുവിന്റെ ഇരുകൈകളും അഥവാ ബ്രാക്കറ്റിൽ ഇരുഭാഗവും. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന് കൈയുണ്ട് എന്ന് മാത്രമല്ല പറഞ്ഞത്, വലത്തുണ്ട് എന്നുമല്ല പറഞ്ഞത്, വലതുഭാഗത്തുണ്ട് എന്നാണ്. എങ്കിൽ ഈ അൽമനാർ കക്ഷത്തിലിറക്കി നടന്ന വഹാബികളെ ഒന്നുകൂടി പൊന്നാനിയിൽ കൊണ്ടുപോകണ്ടേ? 1950 മുതൽ 2012 വരെ അൽമനാറിൽ ആശയ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട മുഴുവനും ഉത്തരവാദിത്തം ഞങ്ങൾക്കുമുണ്ട്, ഏറ്റെടുക്കാം ഞങ്ങൾ. എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ്, ഒരു പ്രശ്നമില്ല, അത് ന്യായീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം. അങ്ങനെ ലേഖനം പറഞ്ഞെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടേ അല്ല. മുജാഹിദ് പ്രസ്ഥാനം എഴുതി വെച്ച എന്തിനേയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞങ്ങളും തയ്യാറാണ്. അതിലൊന്നും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒരു അബദ്ധവും വന്നിട്ടില്ല. 2004 അൽമനാറിൽ അല്ലാഹുവിന് ഭാഗം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒരു അബദ്ധവും വന്നിട്ടില്ല. എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. ഒരു അബദ്ധവും വന്നിട്ടില്ല. അപ്പോ സഹോദരന്മാരെ, സ്വന്തമായി ഖുർആൻ നോക്കിയാൽ വരാൻ പോകുന്ന അപകടമാണ്. ഇങ്ങനെ ഒരു വിശ്വാസവുമായി MM അക്ബർ എന്ന് പറയുന്ന മുജാഹിദ് മൗലവി ക്രിസ്തീയ പുരോഹിതനെ പോയി വെല്ലുവിളിക്കാണ്. എന്താ ക്രിസ്തീയ പുരോഹിതനോട് ചെന്നിട്ട് MM അക്ബർ പറഞ്ഞത്? നിങ്ങളുടെ പഴയ ബൈബിൾ ഒരു കോലമാണ്, പുതിയ ബൈബിളിൽ വേറൊരു കോലമാണ്, നിങ്ങൾക്ക് ദൈവത്തിൽ ഒരു ഉറച്ച വിശ്വാസമില്ല. എന്നിട്ട് ഞാൻ ഈ കാണിച്ചതും കാണിക്കാത്തതുമായ കുറേ സാധനം ഈ അച്ചായം വായിച്ചിട്ട് അക്ബറിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പല കോലത്തിൽ പല കാലത്ത് അല്ലണ്ടല്ലോ, ഞങ്ങളെ ബൈബിളിൽ ഒരു ദൈവമുള്ളൂ. എന്നാൽ ഖുർആന്റെ ഉപദേശം എന്താണ്? ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ്. ഖുർആനിന്റെ വിഷയത്തിൽ സംശയമില്ല, ഖുർആൻ പരിഭാഷകളിൽ സംശയം ഉണ്ടാകും. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളയ്ക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫിറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, പച്ചമലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് അച്ചായം വായിച്ചു നോക്കിയതാണ്. അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളയ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. അങ്ങനെയും അക്ബർ മൗലവി പറയുന്നുണ്ട്, അതും പച്ച മലയാളത്തിൽ എഴുതി വെച്ചതാണ്. എന്താണ് കാരണം? അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്, ഖുർആൻ പരിഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് വേറൊരു പരിഭാഷ നോക്കിയപ്പോ അങ്ങനെ ഇപ്പരിഭാഷയിൽ ഇങ്ങനെ അങ്ങനെ കിട്ടിയ ദൈവമാണ്. സൂറ കാലികൾ 6:102 മുതൽ 103 വരെയുള്ള വാക്യങ്ങളിലും സൂറ കൂടിയാലോചന 42 51 വാക്യത്തിലും അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല. എന്നാൽ സൂറ 10:3 വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൂറ 55 26 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിനൊരു മുഖമുണ്ട്. സൂറ 48 10 അള്ളയ്ക്ക് കൈയുണ്ട്. സൂറ 20 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട്.
ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. ജനാബ് അക്ബർ മൗലവിക്ക് അല്ലാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രണ്ടുത്തരമാണ്, ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഖുർആനിനും ഒരു ഉത്തരമുള്ളൂ, ഖുർആനിനെ ഒരു ഉത്തരമുള്ളൂ. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹു അവയവങ്ങളില്ലാതെ പഞ്ചേന്ദ്രിയങ്ങളില്ലാതെ ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്ന അള്ളയാണ്. 4 സുന്നി സംഘടനകൾ പ്രധാനപ്പെട്ടത് കേരളത്തിലുണ്ട്. വ്യത്യസ്ത മദ്രസകളുണ്ട്. നമ്മുടെ പൂർവികർ മദ്രസ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം പറയുന്ന അള്ളയുണ്ട്. വല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. മുസ്ലിമീങ്ങളെ, അള്ളാഹുവിലുള്ള വിശ്വാസം പോലും ശരിയായി സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ കഴിയാത്ത വഹാബികൾ മൈനാഗപ്പള്ളിയിൽ വന്നിട്ട് നമ്മളോട് ചോദിക്കണേ, ഏതാ നിങ്ങളെ റബ്ബ്? ഇത് കണ്ണാടിന്റെ മുമ്പിൽ ചോദിക്കേണ്ടതാണ്. ഹുസൈൻ സലഫി ഇവിടുത്തെ പ്രസംഗത്ത് പറയണേ, നിങ്ങളുടെ റബ്ബ് ഏതാണ്? റബ്ബിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിക്കണോ? നമുക്ക് റബ്ബിനെയും മനസ്സിലായി, ഔലിയാക്കളെയും മനസ്സിലായി, ഇയാൾക്ക് രണ്ടും മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് റബ്ബ് മനസ്സിലായിക്കണോ? ഏതാ, ആരാ നിങ്ങളെ റബ്ബ്? എന്റെ റബ്ബിനെ കുറിച്ച് എനിക്ക് എന്തറിയാം? ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയില്ല. ആരാണ് എന്റെ റബ്ബ്? ആ റബ്ബിലേക്ക്, സൃഷ്ടാവിലേക്ക് മടങ്ങണം എന്നല്ലേ നമ്മുടെ പ്രമേയം? അതെ, ഇവിടെ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് അള്ളാഹുവിലേക്ക് മടങ്ങണമെന്നാണ്. ഞങ്ങൾ മടങ്ങേണ്ടത് 2000 മോഡൽ വഹാബി ദൈവത്തിലേക്കാണോ, 2004 ദൈവത്തിലേക്കാണോ, 950കളിൽ നിങ്ങൾ പറഞ്ഞ വിശ്വാസത്തിലേക്കാണോ? 2004ലും 2007ലുമായി 19ഓളം വൈരുദ്ധ്യം ഒറ്റ ശ്വാസത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ പറയാനുണ്ട്. ഏത് മോഡൽ ദൈവത്തിലേക്കായി നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ ക്ഷണിച്ചത്? ഞങ്ങളൊരു സ്ഥിരമായ റബ്ബിൽ വിശ്വസിക്കുന്നവരാണ്. ആ റബ്ബിനെ ഞങ്ങൾ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ആ ഖുർആനിനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞത് സിറാത്തുൽ മുസ്തഖീമിൽ നിന്നാണ്. ഇന്നലെ വരെ ഇവിടെ പരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും കഴിഞ്ഞ് ജീവിച്ചിട്ടോ തൗഹീദ് സംരക്ഷിക്കാൻ പള്ളിയും മദ്രസകളും പടുത്തുയർത്തിയ പരിസരത്തെ പള്ളി ഖബർസ്ഥാനിൽ കിടക്കുന്ന സബീലുൽ മുഅ്മിനീൻ, ആ മുഅ്മിനീങ്ങളിൽ നിന്നാണ് ഞങ്ങൾ അള്ളാഹനെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ ഉസ്താദുമാർ വിശ്വസിച്ച അല്ലാഹ് ഒന്നാണ്, മാതാപിതാക്കൾ വിശ്വസിച്ച അല്ലാഹ് ഒന്നാണ്. കേരളത്തിൽ എത്ര സുന്നി സംഘടനകൾ ഉണ്ടെങ്കിലും എല്ലാവരും വിശ്വസിക്കുന്ന അല്ലാഹ് ഒന്നാണ്. ഇനി അടുത്ത തലമുറയിലേക്ക് ഞങ്ങൾ വിശ്വസിക്കാനുള്ള, പരിചയപ്പെടുത്താനുള്ള അള്ളയും ഒന്നാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ പറഞ്ഞ് മൈനാഗപ്പള്ളിയിൽ വരുമ്പോ ഏത് മോഡൽ ദൈവത്തിലേക്കാ നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നത്? ഏത് ഗ്രൂപ്പിന്റെ ദൈവത്തിലേക്കാ ഞങ്ങളെ ക്ഷണിക്കുന്നത് മുജാഹിദുകളെ? ഇനിയോ മൈനാഗപ്പള്ളിക്കാരോട് പറയാ, നിങ്ങൾ ആലോചിക്കണില്ലേ, ചിന്തിക്കണില്ലേ? ഹുസൈൻ സലഫിന്റെ ഡയലോഗിന്റെ പൊള്ളത്തരം ഈ വിവിധ വൈരുദ്ധ്യ ദൈവങ്ങളെ മനസ്സിൽ വെച്ചിട്ടൊന്ന് കേട്ടോക്കി മുസ്ലിമീങ്ങളെ, കാർക്കിച്ച് മുഖത്ത് തുപ്പാൻ തോന്നൂലേ? മൈനാഗപ്പള്ളിയിലുള്ള സഹോദരങ്ങളെ, ഇത് ശബ്ദം ശ്രവിക്കുന്ന ആളുകളെ, നിങ്ങൾക്ക് വിശ്വസിക്കണോ? വിശ്വസിച്ചോ? ഇല്ല, ആ വിശ്വാസത്തിന് ഞങ്ങളെ കിട്ടൂല. സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഞങ്ങളതിനാണ് വെട്ടിക്കളി, ഞങ്ങളതിലില്ല. അതാണ്, അതിന് തൗഫീഖ് വേണം. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അള്ളാഹനെ വിശ്വസിക്കണമെങ്കിൽ അതിന് തൗഫീഖ് വേണം. തൗഫീഖ് ഇല്ലാത്തവരെ റബ്ബ് തന്നെ വെട്ടുന്നതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ ആയത്തോതാണ് മൈനാഗപ്പള്ളിയിലെ മുസ്ലിമീങ്ങളോട്. അരിയും തന്ന് ആശാരിച്ചേയും കടിച്ചിട്ട് വീണ്ടും ആള് മുന്നോട്ടാണ്. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. ദൈവത്തിന് മക്കളുണ്ടെന്നു പറഞ്ഞ, ദൈവത്തിന് ഇരിപ്പിടമുണ്ടെന്നു പറഞ്ഞ, ദേവാലയങ്ങളിൽ അവയവങ്ങളും ഇരിപ്പിടങ്ങളുമുള്ള ദൈവിക പ്രതിഷ്ഠകളിൽ ആരാധനകൾ അർപ്പിച്ച മക്കക്കുഫാറുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞ ആയത്ത് മൈനാഗപ്പള്ളിയിലെ മുസ്ലിമീങ്ങൾക്ക് നേരെ ഓതുമ്പോൾ വഹാബികളുടെ പ്രസിദ്ധീകരണത്തിൽ കിടക്കുന്ന ദൈവസങ്കല്പങ്ങള് ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നതല്ലയോ? മൗലവി
പറയാ വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അല്ലാഹനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല പോൽ നമ്മൾ. റബ്ബിനെ കുറിച്ച് ഇത്ര മോശമായിട്ടാണോ പഠിച്ചു വെച്ചത്? ശരിയാ, എത്ര മോശാതെ. ആ അച്ചായം വരെ ഇത് ചൂണ്ടിക്കാണിച്ചില്ലേ? ഏത് സമൂഹത്തിന്റെ മുമ്പിലാ നിങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ കഴിയാ, ഖുർആനിനെ പരിചയപ്പെടുത്താൻ കഴിയാ? അവരല്ലാഹനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം അതിന്റെ കൃത്യമായ നിലക്ക് പഠിക്കാത്ത കുഴപ്പമല്ലേ? കറക്റ്റാണ്. കൃത്യമായി പഠിച്ചിക്കണമെങ്കിൽ വക്കം മൗലവിന്റെ ബുക്ക് പറഞ്ഞ ദൈവം ബാലുശ്ശേരി മൗലവിന്റെ പ്രസംഗത്തിലുണ്ടാവൂലേ? KNM പ്രസിദ്ധീകരിച്ച ബുക്കിൽ ഒന്ന് അല്ല ഇരിക്കാണ്, മറ്റത് അല്ല ഇരിക്കാത്തതാണ്. അല്ലാഹനെ മനസ്സിലാക്കാത്ത കുഴപ്പമല്ലേ? എന്തുകൊണ്ടാ ഇത് സംഭവിച്ചത്? ഖുർആൻ മനസ്സിലാക്കേണ്ട ചാനൽ വിട്ടിട്ട് സ്വന്തമായി കൂടി ആലോചിച്ചിട്ട് ദൈവത്തെ പടച്ചതാണ്. അത് ഹുസൈൻ സലഫി തന്നെ പറയുന്നുണ്ട്. എന്താണ് ഹുസൈൻ സലഫി പറയുന്നത്? 100 ആളുകൾ കൂടി യോഗം കൂടി ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കണമെന്ന് കരുതിയാൽ 100 ആളുകൾ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്താൽ 101 അഭിപ്രായം ഉണ്ടാകുമെന്നാണ് ഹുസൈൻ സലഫി പറയുന്നത്. സത്യാണ്. നമുക്കെന്തുകൊണ്ടാണ് 101 കോലത്തിൽ ദൈവവിശ്വാസം അല്ലാതെ പോയത്? നമ്മൾ യോഗം കൂടി അല്ലാഹനെ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ യോഗം കൂടി പ്രമാണം പടക്കാറില്ല. വഹാബികൾ ഓരോ കൊല്ലത്തെ വഹാബി പൗരോഹിത്യ സഭ യോഗം കൂടി ഇസ്ലാമിനെ പാകപ്പെടുത്തുകയാണ്. അങ്ങനെ പാകപ്പെടുത്തുമ്പോൾ മനുഷ്യന്മാർ യോഗം കൂടി തീരുമാനിക്കുമ്പോൾ 100 ആളുണ്ടെങ്കിൽ 101 അഭിപ്രായം ഉണ്ടാകുമെന്ന് മൗലവി തന്നെ വിശദീകരിക്കുകയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കമുണ്ടായാൽ, അഭിപ്രായാന്തരമുണ്ടായാൽ മനുഷ്യബുദ്ധിയിലേക്ക് നിങ്ങൾ അതിനെ മടക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ എന്ന് ഇസ്ലാം അനുവാദം നൽകുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ മനുഷ്യബുദ്ധിയിലേക്ക് വിട്ടാൽ വഹാബികളെ അൽമനാർ വായിച്ച മാതിരി ഓരോ മാസം ഓരോ കോലത്തിലെ ദൈവീകാരം. അതുകൊണ്ട് മനുഷ്യബുദ്ധിയിലേക്ക് വിട്ടില്ല പടച്ചോൻ. കാരണം ഒരു വിഷയത്തെ സംബന്ധിച്ച് എനിക്കോ നിങ്ങൾക്കോ തർക്കം വന്നു കഴിഞ്ഞാൽ നാം ഒരു പ്രദേശത്ത് ഒരു സ്ഥലത്ത് മീറ്റിംഗ് കൂടി തീരുമാനിക്കാൻ വിട്ടു തന്നാൽ 100 ആളുകൾ കൂടിയിട്ടുണ്ടെങ്കിൽ 101 അഭിപ്രായമാണ് അവിടെ ഉണ്ടാകുന്നത്. കറക്റ്റ്. ആ അഭിപ്രായമാണ് വഹാബികൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പോലുമുള്ളത്. മന്ത് മറ്റേ കാലിലല്ലേ മുജാഹിദുകളെ? യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ ഇതൊരു ചതിയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഒരു പുത്തൻവാദികളുണ്ട്, ഖവാരിജുകൾ. അതിലേക്ക് നഈമി ഉസ്താദ് ഒരു സൂചന തന്നിട്ടുണ്ട്. ഇൻദലഖൂയിലായാത്തിൻ നസലത്ത് ഫിൽ കുഫാരി ഫജഅലൂഹാ അലൽ മുസ്ലിമീൻ. അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയ തങ്ങളുടെയും ഇടയ്ക്കുള്ള രാഷ്ട്രീയപരമായ ഗവേഷണപരമായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇടപെട്ട് മഹാരഥന്മാരായ ഈ സ്വഹാബിമാര് മസ്ലഹത്ത് പറഞ്ഞപ്പോൾ ആ മസ്ലഹത്തിനെ തള്ളിയിട്ട് മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കാൻ വന്ന ഖവാരിജുകൾ അവസാനം ഖുർആനത്തായി തോതിയിട്ട് സ്വഹാബികൾ മുശ്രിക്കാന്ന് പറയാണ്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ അവർ മുശ്രിക്കാന്ന് ഈ ഖവാരിജുകൾ പറഞ്ഞത്? മക്ക കുഫാറുകൾക്കെതിരെ ഇറങ്ങിയ ആയത്ത് ഉപയോഗിച്ചുകൊണ്ടാണ്. ആരാണ് മുസ്ലിമീങ്ങളെ മക്ക കുഫാറുകൾ? ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. ഈ മൈനാഗപ്പള്ളിയിലെ പാരമ്പര്യ മുസ്ലിമീങ്ങളുള്ള നാട്ടിൽ വന്നിട്ട് ഹുസൈൻ സലഫി ഓതിയ ആയത്തുകൾ ഏതൊക്കെയുണ്ടോ അത് ഖവാരിജുകൾ പണ്ട് സ്വഹാബികൾക്കെതിരെ ഓതിയ ആയത്തുകളാണ്. ആരാണ് മുസ്ലിമീങ്ങളെ ആ മക്ക കുഫാറുകളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, പ്രഖ്യാപിക്കണം എന്നവരോട് പറയപ്പെട്ടാൽ യസ്തക്ബിറൂൻ, അവർ പുറംതിരിഞ്ഞു പോകുന്നവരാണ്. ജീവിതത്തിൽ തമാശക്ക് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതായി ചരിത്രത്തിലില്ലാത്ത മക്ക കുഫാറുകൾക്കെതിരെ അള്ളാഹു ഇറക്കിയ ആയത്തുകളെ ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അതാ കുഫാറുകൾ ഭയപ്പെടുകയാണ്. അബൂ താലിബിനെ സമീപിച്ച് റസൂലുള്ളാഹിയുമായി സന്ധി സംഭാഷണത്തിന് പോകുകയാണ്. അങ്ങനെ ചെന്നുകൊണ്ട് സന്ധി സംഭാഷണം നടത്തിയപ്പോൾ അവരുടെ എല്ലാ വിഷയങ്ങളും കേട്ട ശേഷം അള്ളാന്റെ റസൂൽ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചു കൊള്ളാം, പക്ഷേ തഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഒരുക്കമാണോ? അല്ലാഹയല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് പറയാൻ നിങ്ങൾ ഒരുക്കമാണോ?
അത് പറഞ്ഞപ്പോ മക്ക കുഫാറുകൾ പറയണേ അജഅലൽ ആലിഹത ഇലാഹം വാഹിദാ, ഞങ്ങളെ ബഹുദൈവങ്ങളെ മുഴുവൻ വലിച്ചെറിഞ്ഞിട്ട് ഒരു ദൈവത്തെ മാത്രം വിശ്വസിക്കണമെന്ന് നീ പറയുകയാണോ? ഇന്ന ഹാദാ ലശൈഉൻ നുജാബ്. അതിന് ഞങ്ങളെ കിട്ടൂല, അതൊരു വലിയ അത്ഭുത ഞങ്ങളോട് ഇങ്ങനെ പറയാൻ കടി തോന്നിയത് എന്നു പറഞ്ഞിറങ്ങിപ്പോയ മക്ക കുഫാറുകൾക്കെതിരെ ഇറങ്ങിയ ആയത്ത് ഖവാരിജുകൾ സ്വഹാബികൾക്കെതിരെ ഓതുകയാണ്. അതേ ആയത്ത് മൈനാഗപ്പള്ളിയിലെ മുസ്ലിമീങ്ങൾക്ക് നേരെ വഹാബികൾ യഥേഷ്ടമായി ഓതിയില്ലയോ?